ഇപ്പോൾ സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 1968 നടന്ന സൈനിക വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ ഭൗതികദേഹം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്ന് മിലിറ്ററി ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും ഭൗതികദേഹം സൂക്ഷിക്കുക. നാളെയോടുകൂടിയായിരിക്കും ഇലന്തൂരിലേക്ക് കൊണ്ടുപോവുക. ശാലിനി ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയെ മാത്രമല്ല തലസ്ഥാന ജില്ലയെയും നാടിനെയും ഒക്കെ നടുക്കിയും ഒപ്പം തന്നെ ഒരു ആശ്വാസം നൽകിയ വാർത്തകളായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച സംസ്ഥാനത്തേക്ക് എത്തിയത്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിയത്. രാജ്യത്തിനായി രാജ്യസേവനത്തിനായി പത്തനംതിട്ടയിൽ നിന്നും പോയ തോമസ് ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം 56 വർഷങ്ങൾക്ക് ശേഷം ലഭിച്ചതായിട്ടുള്ള വിവരം വീട്ടിലേക്ക് എത്തുമ്പോൾ അത് വളരെ ആശ്വാസത്തോടു കൂടിയാണ് ആ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 1968 സൈനിക വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിച്ചിരുന്നു. സൈനിക ബഹുമതികളോടെ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ ഒരു ഭൗതികദേഹം ഏറ്റുവാങ്ങാനും ഒപ്പം തന്നെ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കാനും എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഭൗതികദേഹവും വഹിച്ചുള്ള സൈന്യത്തിൻ്റെ പ്രത്യേക വാഹന വ്യൂഹം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഫ്രെയിമിലേക്ക് ആ വാഹന വ്യൂഹം എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം പാങ്ങോടിന് സമീപത്ത് ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പോലീസിന്റെ വാഹനം അകമ്പടിയായി ഉണ്ട്. ആ പോലീസ് വാഹനത്തിന് തൊട്ടു പിറകെയായി തോമസ് ചെറിയാനെ വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ വാഹന വ്യൂഹം കടന്നു വരികയാണ്. തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുകയാണ്. നിറയെ പുഷ്പചക്രങ്ങളും ഒപ്പം തന്നെ അലങ്കരിച്ചുകൊണ്ടുള്ള വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുന്നത്. അല്പസമയത്തിനകം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മോർച്ചറിയിലേക്ക് ഭൗതികദേഹം മാറ്റും. അതിനുശേഷം നാളെ രാവിലെയോടുകൂടിയാണ് ഇവിടെ നിന്നും തോമസ് ചെറിയാന്റെ ഭൗതികദേഹം വിലാപയാത്രയായി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്ന. ഒരുപക്ഷെ നാടിനെ നടുക്കി 56 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ നിന്നും സൈന്യത്തിലേക്ക് ചേരാനായി വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം പോകുന്നു. പത്തനംതിട്ടയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച 5 മക്കളിൽ രണ്ടാമനായിരുന്നു തോമസ് ചെറിയാൻ. സൈന്യത്തിലേക്ക് ചേരണമെന്നുള്ള അദ്ദേഹത്തിന്റെ കടുത്ത ആഗ്രഹം. ശാലിനിയിലേക്ക് എത്താം, തുടരുക. ഇപ്പോൾ ഇലന്തൂരിലെ സൈനികന്റെ വീട്ടിൽ നിന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പ്രതികരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ഇതേ ഫ്ലൈറ്റിലാണ് അപകടത്തിൽ ഉൾപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. ഇവർ രണ്ടുപേരെ സംബന്ധിച്ചും ഗവൺമെൻറ് ഓൾറെഡി അവരുടെ മരണം സ്ഥിരീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റദ്ദേഹത്തിൻ്റെ ശരീരം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയ 4 എണ്ണം കണ്ടെത്തിയ ഒന്നിൽ ആ ശരീരവും ആണെന്നുള്ള സംശയമുണ്ട്. പക്ഷേ അതിന് സാങ്കേതികമായ തെളിവുകൾ വേണം. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ ഐഡൻറ്റിറ്റി സംബന്ധിച്ച ഔദ്യോഗികമായ രേഖകളുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേകം ഇന്നലെ 5 മണിക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു. ഞാനിങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ 2 സ്ഥലത്തും കുടുംബങ്ങളെ അനുശോചനം അറിയിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുഷ്പങ്ങൾ അർപ്പിക്കാനായിട്ടും പറഞ്ഞു. അതനുസരിച്ചാണ് ഇന്നിവിടെ ഞാനത് കർമ്മം നിറവേറ്റിയത്. രാജ്യം ഒന്നടങ്കം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. 1968 സംഭവത്തെ തുടർന്ന് വളരെ കാലം അന്നത്തെ സർക്കാർ വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഒരു പീരീഡ് കഴിഞ്ഞാൽ മിലിറ്ററിയുടെ രീതി അനുസരിച്ച് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പാകും, അത് കഴിയും. പക്ഷേ വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ള 5 or 6 സംഭവങ്ങൾ, ഇത് മാത്രമല്ല ഇതുപോലുള്ള അപകട സംഭവങ്ങളെല്ലാം വീടുകളുടെ മലമുകളിലും
ഈ മഞ്ഞുമലകളിലും എല്ലാം നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട് വീണ്ടും ശ്രമിക്കണം. അതിൻ്റെ അവരുടെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മൃതശരീരം കണ്ടെത്തി അതിനോട് ആദരവ് പ്രകടിപ്പിക്കണമെന്നുള്ള തീരുമാനം അതിനുവേണ്ടി ശ്രമം നടത്തി. കഴിഞ്ഞ കൊല്ലവും ചില സ്ഥലങ്ങളിൽ അതിൽ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ 4 ബോഡി തോമസിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ കസിനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അപ്പൻ്റെ സഹോദരിയുടെ മകനാണ്. ഏതാണ്ട് ഇതേ പോസ്റ്റിൽ തന്നെ അതിൻ്റെ കാര്യമായ ശ്രമം നടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമം നടക്കുന്നു. ഏതായാലും മരണം, അവരെ മരിച്ചു, ഈ ലോകം വിട്ടു പോയി, നമ്മുടെ നാടിനു വേണ്ടി അവർ ശാശ്വതമായ രക്തസാക്ഷികളായി, നാടിനു വേണ്ടി ബലിദാനികളായി എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ഇതിന് ശേഷം ഞാനും അവിടെ പോയി പ്രധാനമന്ത്രിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ എന്നിട്ട് തിരിച്ചു പോവും. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നപ്പം നമ്മുടെ ഈ പ്രദേശത്തെ വളരെ കാലത്തിന് ശേഷമാണ് പലരെയും കാണുന്നത്. എല്ലാവരോടും സന്തോഷം രേഖപ്പെടുത്തും. ഇലന്തൂരിലെ സൈനികന്റെ വീട്ടിലെത്തി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രധാനമന്ത്രിക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചു. അതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം സൈനികന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ശാലിനി, തുടരാം. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കരസേന ഏറ്റുവാങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇളയ സഹോദരൻ കൂടിയായ തോമസ് എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം വളരെ വിതുമ്പലോടുകൂടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, ഒപ്പം തന്നെ അടക്കാനാകാത്ത സങ്കടവുമുണ്ട്. കാരണം നീണ്ട 56 വർഷത്തെ അവരുടെ കാത്തിരിപ്പാണ് കഴിഞ്ഞ ദിവസം സൈന്യത്തിൽ നിന്നെത്തിയുള്ള അറിയിപ്പോടുകൂടി സഫലമാവുകയും ചെയ്തത്. കാരണം സഹോദരൻ എന്ത് പറ്റി, ആ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആശങ്ക, വേവലാതി അതൊക്കെ ആ കുടുംബത്തിനുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ നീക്കിക്കൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയതിന് പിന്നാലെ തന്നെ ഉടൻ തന്നെ ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സൈന്യം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഹിമാചൽ പ്രദേശിലെ റോത്തങ്ങിൽ പാസിൽ നിന്ന് ലഭിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ നടപടികൾക്കായി മാറ്റിയത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നലെ എല്ലാ രീതിയിലുള്ള നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അവിടെ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരം മിലിറ്ററി ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. പൂർണ്ണ സൈന്യത്തിന്റെ ബഹുമതികൾ നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങുകയും സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടെ മിലിറ്ററി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി പാങ്ങോട് നിന്നും സൈന്യത്തിന്റെ വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പത്തനംതിട്ടയിലെ ഇലന്തൂരിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകും. അവിടെ വീട്ടിലെ ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഒരുപക്ഷെ നാട് കാത്തിരുന്ന അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാ സൈനികന്റെ മൃതദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു. ഇന്ന് പാങ്ങോട് മിലിറ്ററി ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. നാളെ ആയിരിക്കും ഇലന്തൂരിലേക്ക് കൊണ്ടുപോവുക. S ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.